Hey everyone, welcome back to Cinepolis and happy Onam once again. So, ഇന്ന് രണ്ടാമത്തെ ഓണം റിലീസ് ആയിട്ടുള്ള ബദലേം കുടുംബം കൊണ്ട് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് സേഫ് ടു സേ വി ഹാവ് എ ക്ലിയർ ഓണം വിന്നർ. ഖലീഫ ഒക്കെ പോയി. ഇത് ലോങ് റണ്ണിന് സാധ്യതയുള്ള പടം. ആൻഡ് നിവിൻ നെക്സ്റ്റ് 100 CR ഡെഫിനറ്റ്ലി 100 CR ഉറപ്പാണ്. ആൻഡ് ഇറ്റ് മൈറ്റ് ഈവൻ ക്രോസ് 200 CR. അതിനുള്ള വകുപ്പുണ്ട് ഈ പടത്തിൽ. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദിസ് മൂവി. ഈ വർഷം ഇത്രയും ഞാൻ ചിരിച്ചൊരു സിനിമ മോഹിനിയാട്ടമായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ലിസ്റ്റിലേക്ക് ഇത് ആഡ് ചെയ്യാം. ബ്യൂട്ടിഫുൾ. അത് ചിരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയാം, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മൂവി. ഈ സിനിമക്കൊരു സോളുണ്ട്. അത് ഗിരീഷ് ഏടി പുള്ളിയുടെ റൈറ്റിങ്ങിലാണെങ്കിലും ബാക്കി എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഈ സിനിമക്കൊരു ജീവൻ അവർ കൊടുക്കുന്നുണ്ട്. ആൻഡ് അത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നല്ല ഒരു വാം ഹാർട്ടിൽ നമുക്ക് ഇറങ്ങി വരാം. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എല്ലാവരും വിളിച്ചുകൊണ്ട് പോക്കോ. ഇതാണ് ഓണം തൂക്ക്, അല്ലെങ്കിൽ ഇതാണ് ഓണപ്പടം. ഖലീഫ എന്നല്ല, ഇതാണ് ഓണപ്പടം. ആൻഡ് ഇനി സിനിമയിലേക്ക് വരുമ്പോൾ ഗിരീഷ് ഏടിയുടെ പടമാണ്, അധികം പറയണ്ട. പ്രേമലൂടെ ഡയറക്ടർ, അത് തന്നെ മതി. പിന്നെ നിവിൻ്റെ സോൺ, ഈ സോണിൽ നിവിനെ ടച്ച് ചെയ്യാൻ ഇതുവരെ ഒരു യൂത്തിനും പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പുള്ളി 2019 മുമ്പ് പുള്ളി ഏത് ക്രൗഡ് പുള്ളറാണ്. ഈ ബോയ് നെക്സ്റ്റ് ഡോർ റോളൊക്കെ ചെയ്യുമ്പോൾ പുള്ളിയുടെ ക്രൗഡ് പുള്ളിങ് എബിലിറ്റി നമ്മൾ കണ്ടതാണ്. കോവിഡിന് ശേഷം അത് പുള്ളിക്ക് അങ്ങനെ ഇത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് നൗ ഗിരീഷ് ഏടി ഹാസ് ഗിഫ്റ്റഡ് ഇൻ ദിസ് മൂവി ആൻഡ് നിവിൻ അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചെന്ന് വേണം പറയാൻ. പുള്ളിയുടെ സോൺ, പുള്ളീൻ്റെ അടുത്ത് വളരെ കുറച്ച് ബ്രീഫ് കൊടുത്താൽ പുള്ളി മാക്സിമം ഔട്ട്പുട്ട് വരുന്നൊരു ഗിരീഷ് ഏടിയുടെ സിനിമകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളാണ് യുമ്പോളി എന്ന് ഇപ്പോൾ പറയേണ്ടി വരും. അതുകൂടാതെ എനിക്ക് മമിത ഉണ്ട്. മമിത വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ചില സീൻസ് ലൈക്ക് ഇത് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും, ഒരു യങ് ഒരു കുറച്ചും കൂടെ മൂത്ത ഒരാളായിട്ടുള്ള പ്രണയം പരിപാടിയൊക്കെയാണ്. ഈ സിനിമയുടെ ലാസ്റ്റ് അല്ലെങ്കിൽ ഈ സിനിമയുടെ പ്രധാന ഭാഗങ്ങളിൽ ഇത് അഡ്രസ്സ് ചെയ്യുന്ന ഭാഗങ്ങളിൽ വേണമെങ്കിൽ മെലോ ഡ്രമാറ്റിക് ആവാം, ഓവർ ഡ്രമാറ്റിക് ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ബട്ട് പുള്ളിക്കാരി നല്ല കൈയടക്കത്തോടെ ചെയ്തു. ആൻഡ് ഹ്യൂജ് അപ്ലോസ് ടു മമിത. അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ സുരേഷ് കൃഷ്ണ, അതുപോലെ സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, ജസാർ ക്ലിക്സ് ഉണ്ട്, നമ്മുടെ റീൽസിൽ കണ്ടിട്ടുള്ള ശ്യാം മോഹൻ ഉണ്ട്, മീനാക്ഷി ഉണ്ട്, പാർവതി അയ്യപ്പദാസ് ഉണ്ട്. ഒരു ലോഡ് ആൾക്കാരുണ്ട് ഇതിനകത്ത്. ആൻഡ് ഒരാൾ പോലും മോശമാക്കിയിട്ടില്ല. എല്ലാവർക്കും എന്താ പറയുന്നത്, എന്നെ ഇത്രയും ചിരിപ്പിച്ചതിൽ എല്ലാവരോടും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. അത്രയും ഞാൻ എൻജോയ് ചെയ്തു. ആൻഡ് എല്ലാവരും നന്നായിട്ട് ചെയ്തു. പിന്നെ ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ സിനിമയ്ക്ക് ഒരു സോളുണ്ട്. അത് എൻ്റെ ഈ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് ഈ സിനിമക്ക് കൊടുത്തത് രണ്ടുപേരാണ്. എൻ്റെ ക്ലിയർ വിന്നേഴ്സ് ഞാൻ പറയാം. റോണക് സേവിയറിൻ്റെ മേക്കപ്പ്. മമിതയ്ക്ക് ഇതിനകത്ത് മേക്കപ്പ് ഒന്നും ഇല്ല. ലൈക്ക് അവിടെ തന്നെ സിനിമ നമ്മുടെ ഇടയിൽ നടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് മാറി. ദെൻ ധന്യ ബാലകൃഷ്ണൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിലും നെവർ ഫീൽ, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഒരു ഫാബ്രിക്കേറ്റഡ് ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയില്ല. സിനിമയ്ക്ക് വേണ്ടി അവരിങ്ങനെ പ്ലേസ് ചെയ്താന്ന് തോന്നുന്നില്ല. ദർ എമംഗ് അസ് അത്രയും ഒറിജിനലായിരുന്നു. ഗിരീഷ് ഏടിയും കിരൺ ജോസിയും കൂടെയാണ് ഇത് എഴുതിയേക്കുന്നത്. നമ്മൾ പ്രേമലൂലൊക്കെ കണ്ടുവരുന്ന പോലത്തെ അതേ ഇത് തന്നെയാണ്. ഇപ്പോൾ ഒരു കല്യാണം, ഒരു ട്രാവൽ പരിപാടി എല്ലാം ഇതിനകത്തുണ്ട്. ബട്ട് ഒരു കാര്യം, ഇതിന് തമാശക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഇത് സെറ്റ് പീസ് ഇങ്ങനെ ഇത് ചെയ്തേക്കുന്നതല്ല. ഓർഗാനിക്കലി വൺ ലൈനേഴ്സ്, കൗണ്ടേഴ്സ്, ഈച്ച് ആൻഡ് എവറിത്തിങ് വർക്ക്സ്. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക, ഓക്കെ ഒരെണ്ണമെങ്കിലും നമുക്ക് ഔട്ട് ഓഫ് പ്ലേസ് ആയി എനിക്ക് നിപ്പിക്ക് ചെയ്ത് വേണമെങ്കിൽ വീഡിയോക്ക് പറയാമായിരുന്നു. ഒന്നും കിട്ടിയില്ല. എല്ലാം സൂപ്പറായിരുന്നു. ആദ്യത്തെ ഒരു 15 മിനിറ്റ് സിനിമ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതൊരു മോശമായിട്ട് പറയുന്നല്ല കേട്ടോ. എല്ലാ ക്യാരക്ടേഴ്സും അവർ 10 മിനിറ്റിൽ തന്നെ വരും, അതുകൊണ്ടുള്ളതാണ്. അത് കഴിഞ്ഞ് വൺസ് ദിസ് മൂവി ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു പോക്കാണ്. അടിപൊളി പടം. അതുപോലെ ഈ സിനിമയിൽ ഇപ്പോൾ അണ്ടർ ദ റഡാർ പോകാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് പേരുണ്ട്. ഒന്ന് സിനിമാറ്റോഗ്രാഫർ അജ്മൽ സാബു. അത് ശ്രദ്ധിക്കാതെ വേറൊന്നും കൊണ്ടല്ലോ, സിനിമയുടെ ആ ഒഴുക്കതായത് കൊണ്ട് നമ്മളിങ്ങനെ ഇന്ന ഷോട്ട് എന്നൊന്നും പറയാൻ. അതെ, അതുപോലെ എഡിറ്റർ ആകാശ് ജോസഫ്. കിഡു പരിപാടിയായിരുന്നു. സൂത്തിങ്. നമ്മൾ ആ സിനിമ ഇങ്ങനെ ആ ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോകുന്നു തുടങ്ങിക്കഴിഞ്ഞാൽ. അതുപോലെ വിഷ്ണു വിജയൻ്റെ മ്യൂസിക്. ഇൻ്റർവെൽ പോർഷനിൽ ഒരു സാധനം ഉണ്ട്, ഒരു വൺ ഷോട്ട് കുറച്ച് പരിപാടി. അത് നിവിൻ വരുന്ന കാറിൽ വന്ന് മമിതനൊക്കെ എത്തുന്ന, എൻ്റെ പൊന്നോ, ഇത്രയും സിമ്പിളായിട്ടുള്ള ഇൻ്റർവെല്ലായിട്ട് പോലും എന്തൊരു ഫീലായിരുന്നു എന്നറിയോ. നമ്മുടെ ഉള്ളിൽ നമുക്കതിങ്ങനെ കിട്ടും. അതാണ് അവിടെ എല്ലാവരും പീക്ക്ഡ്. ആക്ടേഴ്സ്, ഡയറക്ടർ, എഡിറ്റർ, മ്യൂസിക്, എല്ലാവരും പീക്ക്. അതുപോലെ വിനായക് ശശികുമാറാണ് ലിറിക്സ് എഴുതിയേക്കുന്നത്. സോങ്സ് എല്ലാം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ആവുന്ന ടൈപ്പാണ്. നല്ല രസമുണ്ടായിരുന്നു തിയേറ്ററിൽ കേൾക്കാനായിട്ട്. ലൈക്ക് അതാണ്. ഇപ്പോൾ ആരെങ്കിലും വിട്ടുപോകണ്ടാന്ന് നോക്കട്ടെ, വിനായക് ശശികുമാർ, ഇല്ല ആരുമില്ല. ഇത് അത്ര എല്ലാവരും എനിക്ക് ഇതിനകത്ത് എടുത്ത് പറഞ്ഞു. ഇത് ആക്ടേഴ്സിനെ പറ്റിയൊക്കെ എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. ബട്ട് ദിസ് വീഡിയോ വിൽ ബി ടു ലോങ്. എനിക്ക് അത്രയൊന്നും പറയേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുക. ഓണത്തിനൊന്നും വേറൊരു ഓപ്ഷനെ വെക്കണ്ട. ദിസ് ഈസ് ദ ബെസ്റ്റ് മൂവി ഔട്ട് ദെയർ. ഇനിയിപ്പോൾ ടോക്സിക്കിനൊക്കെ തിയേറ്ററിൽ കിട്ടുമെന്ന് തന്നെ ഡൗട്ടാട്ടോ. അപ്പോൾ അതാണ് എനിക്ക് സിനിമ അധികം ഞാൻ നീട്ടിക്കൊണ്ട് പോകണില്ല.
സോ ദാറ്റ്സ് ഇറ്റ്. ബദ്ലേം കുടുംബം ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും, അതെൻ്റെ ഗ്യാരണ്ടിയാണ്. വൺസ് അഗെയിൻ പിന്നെ ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കറിനും ഒരു നോട്ട് എണ്ണ മെഷീൻ എത്രയും വേഗം മേടിച്ചു വെച്ചോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.